മലപ്പുറം ആദവനാട് ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ അപകടം. ക്ലീനർ വാഹനത്തിൽ കുടുങ്ങി. ഡ്രൈവറെ രക്ഷപ്പെടുത്തി. ലോറി ഉയർത്താൻ തീവ്രശ്രമം തുടരുന്നു. അഞ്ചു വർഷം മുമ്പ് ഗർഭപാത്രം നീക്കിയ സ്ത്രീയുടെ വയറിനുള്ളിൽ കത്രിക. ഗുരുതര വീഴ്ച സമ്മതിച്ച് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട്. സിസ്റ്റത്തിന്റെ പാളിച്ചയെന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. കത്രിക നാളെ പുറത്തെടുക്കും. പ്രതിഷേധവുമായി വാർത്താ സമ്മേളനത്തിലേക്ക് ഇരച്ചുകയറി യൂത്ത് കോൺഗ്രസ്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് സമരക്കാർക്കെതിരെ കേസെടുത്തു. ഐക്യദാർഢ്യവുമായി കോഴിക്കോട്. സമാന അനുഭവമുണ്ടായ ഹർഷിന. ആലപ്പുഴയിലെ ചികിത്സാ പിഴവിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി ഡോക്ടർമാരുടെ സംഘടന. ശസ്ത്രക്രിയയ്ക്കായി ഡോക്ടർമാരുടെ സംഘടന നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയില്ലെന്ന ആരോപണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പിനെതിരെ വാർത്ത വരാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് സർക്കാരിന്റെ സർക്കുലർ. ഡോക്ടർമാരുടെ സമരത്തിൽ വലഞ്ഞ് ജനം. സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം സ്തംഭിച്ചു. ശസ്ത്രക്രിയകളും ഒ.പി. സൗകര്യങ്ങളും മുടങ്ങി. സമരം കൂടുതൽ കടുപ്പിക്കാൻ നീക്കം. അറസ്റ്റിനു പിന്നിൽ സർക്കാരിന്റെ പ്രതികാരമെന്ന് കണ്ഠർ രാജീവര്. ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയാണെന്ന് SIT. മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി. സ്വാഭാവിക ജാമ്യം ലഭിച്ചെങ്കിലും പുറത്തിറങ്ങാനാവാതെ A. പത്മകുമാർ. പൂരം കലക്കലിൽ CPI-യിൽ തുറന്ന പോര്. K. രാജനെ തള്ളി VS സുനിൽകുമാർ. വീഴ്ച സംഭവിച്ചത് ജില്ലാ കളക്ടർക്കെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി. ചർച്ച വേണ്ടെന്ന കർശന നിർദ്ദേശം നൽകി ബിനോയ് വിശ്വം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ആശ്വാസം. ആദ്യഘട്ടത്തിൽ വീട് ലഭിക്കേണ്ടവരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 178 വീടുകളുടെ താക്കോൽദാനം 25-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ദുരന്ത ബാധിതർക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം. പൂർണ്ണമായി നശിച്ച കടകൾക്ക് 7 ലക്ഷം രൂപ വരെ നൽകും. സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ ആശ്വാസം. DA കുടിശ്ശിക 10% കൂടി അനുവദിച്ചു. ഏപ്രിലെ ശമ്പളത്തിനൊപ്പം ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കും. കേരളത്തിലെ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ നിന്നും 53,229 പേർ ഒഴിവാക്കപ്പെടും. വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയമെന്ന് CPM. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നീക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ BJP. സംസ്ഥാനത്തെ പുതിയ IT നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ IT കയറ്റുമതിയുടെ 10% നേടുക ലക്ഷ്യം. 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപനം. ഇറാന് കടുത്ത മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. 10 ദിവസത്തിനുള്ളിൽ സമാധാന ചർച്ചകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ആക്രമിക്കും. മേഖലയിൽ അമേരിക്കയുടെ വൻ സൈനിക വിന്യാസം. ശക്തമായി നേരിടുമെന്ന് ഇറാൻ.